CPM എന്ന പാർട്ടി 35 വർഷമായി ഭരിച്ചിട്ട് നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് ഭരിച്ചിട്ട് ഇവിടെ മോർച്ചറിയാണ്. ഈ മോർച്ചറി ഇപ്പോൾ 5 വർഷമായിട്ട് ഒരു ബോഡി പോലും അടക്കം ചെയ്തിട്ടില്ല. അടക്കം ചെയ്യാനേ പറ്റിയിട്ടില്ല. അത് നേരത്തെ ഈ മോർച്ചറി ഉദ്ഘാടനം ചെയ്ത് ശ്രീജ രാജീവ് സ്വാഗതം, ലീലാമണി അധ്യക്ഷ, കെ ബാബു MLA. കാണണം, ജനങ്ങളെല്ലാവരും കാണണം. ഇവർ പഞ്ചായത്ത് മെമ്പർമാർ 35 വർഷമായി നെന്മാറ ഹോസ്പിറ്റലിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. മോർച്ചറി അടച്ചു കിടക്കണു. അവിടുത്തെ വാട്ടർ ടാങ്കിൻ്റെ അവസ്ഥ ഇതാണ്. നെന്മാറ ആശുപത്രിയിലെ ജനങ്ങളിതെല്ലാം കാണണം. ഇവർക്കെല്ലാം വോട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു കാര്യം ജനങ്ങൾക്ക് നടത്തി കൊടുക്കുന്നില്ല. പിന്നെ അപ്പുറത്ത് ടോയ്ലറ്റുണ്ട്, അതും കൂടി നോക്കാം. ടോയ്ലറ്റ് നെന്മാറ, നെല്ലിയാമ്പതി, അയിലൂർ, മേല റോഡ്, പല്ലശ്ശേന 32 കിലോമീറ്റർ സഞ്ചരിച്ച് പോകണം ഇവിടെ ഒരു ആശുപത്രി. ഇവിടെ നെല്ലിയാമ്പതിയിൽ നിന്ന് 32-35 കിലോമീറ്റർ സഞ്ചരിച്ച് പോകണം ഇവിടെ നെന്മാറയെത്താൻ. അതിനുള്ളിൽ എല്ലാ അത്യാഹിത വിഭാഗത്തിന് ഒരു മുള്ളുകുത്തിയ പോലും ചികിത്സയില്ലാത്ത നെന്മാറ ആശുപത്രി. വെറുതെ ബിൽഡിംഗ് പണിതിട്ട് കാര്യമില്ലല്ലോ സാർമാരെ. അപ്പോൾ അതിനുള്ള പ്രയോറിറ്റിയും മുൻഗണനയും ജനങ്ങൾക്ക് കിട്ടണം. ആവശ്യത്തിന് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ, പ്രസവ വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ, ഇതെല്ലാം അത്യാവശ്യമാണ്. ഇത് ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്ഘാടനം ചെയ്ത ശ്രീമാൻ കെ ബാബു MLA ഉദ്ഘാടനം ചെയ്ത ടോയ്ലറ്റാണ്. ഇതിൻ്റെ അവസ്ഥ നോക്കാം. ഇതാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇതിൽ ഈ ടോയ്ലറ്റിൽ 5-3 ഉറുപ്പ്യ കൊടുത്താലും ജനങ്ങൾ വന്നിട്ട് ലേട്രിൻ പിന്നെ 1-2 കഴിഞ്ഞ് മൂത്രമൊഴിക്കലും പിന്നെ ലേറ്ററിലൊക്കെ പോകാൻ കഴിയും. അതൊന്നുമില്ല. പിന്നെ ആശുപത്രിൻ്റെ സ്ഥിതി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ആശുപത്രി ഇതാ പുതിയ ബിൽഡിങ് വന്നിട്ടുണ്ട്. നേരത്തെ 102 ബെഡുള്ള ആശുപത്രിയായിരുന്നു. ഇവിടെ ഹോസ്പിറ്റാൽസിൻ്റെ കുറച്ച് വാർത്തിട്ടും മറ്റുള്ളതൊക്കെ ഇതായിരുന്നു. പിന്നെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറൊന്നും ഇവിടെ ഇല്ല. നേരത്തെ ഉണ്ടായിരുന്നു. ആരൊക്കെയാണ്? ഗോപി ഡോക്ടർ, പിന്നെ വർക്ക്മാൻ ഡോക്ടർ, പല ഡോക്ടർമാരും, ഗോപി, ദേവയാനി എന്നീ ഡോക്ടർമാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊരു വെറും 400 റുപ്യൻ്റെ പ്രശ്നത്തിൽ ഇവിടെ നിന്ന് കൈക്കൂലി മേടിച്ചു എന്ന് പറഞ്ഞിട്ട് അന്ന് പുറത്താക്കിയ ആൾക്കാരാണ്. അപ്പോൾ ഇതാ ജനങ്ങൾ വളരെ ദുരിതത്തിലാണ്. ഇവിടെ ആകെ ഷുഗറും പ്രഷറും മാത്രമേ നോക്കുന്നുള്ളൂ. ഇവിടുത്തെ കാര്യങ്ങൾ ആയിരക്കണക്കിന് ഡോക്ടർമാർ, രോഗികൾ വന്ന് ചികിത്സ കിട്ടാതെ കഴിയും. അതുകൊണ്ട് ഇതിന് എത്രയും പെട്ടെന്ന് പരിഹാരമാക്കിയില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ R. ശങ്കരദാസൻ അറിയിച്ചു. ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫേസ്ബുക്കിലുണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അപ്പോൾ ഇവിടുത്തെ ചികിത്സയൊക്കെ മുൻഗണനാ പ്രകാരം ലഭിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു നെന്മാറ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശങ്കരദാസൻ അറിയിച്ചു.